കഴിഞ്ഞിരിക്കുമ്പോഴാട്ടം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ പച്ചക്കറി വേണ്ടി പോകണം. എന്തായാലും ഉച്ചത്തേക്കുള്ളത് വെക്കണം. അപ്പൊ ഞാൻ പിന്നെ കുറച്ചില്ലാത്ത സാധനങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഇത് ഉരുളൻകിഴങ്ങും കുറച്ച് കുക്കുംബറും ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൈയോടെ വാങ്ങി വെച്ചു കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ ഞാൻ വേഗം കുക്കിങ്ങിലേക്കും കിടന്നേ. അപ്പൊ പയറുപ്പേരി വെക്കാന്നാട്ടെ വിചാരിക്കണത്. ഉപ്പേരിയായിട്ട് പയറും പിന്നെ കറി എന്താ വെക്കാന്ന് ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിട്ട് നടക്കണത്. ഇപ്പോഴും എന്ത് വെക്കണം എന്നൊരു പ്ലാൻ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ വേഗം പയറും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുത്തി മുപ്പിക്കില്ലേ, മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. അതിലേക്ക് ഞാൻ നമ്മുടെ കൊത്തുമുളക് പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അതിലേക്ക് നമ്മൾ അരിഞ്ഞച്ച പയറ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചുവിട്ടെ. ഇനി അതങ്ങനെ വെന്തോളും. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി മത്തങ്ങയും പരിപ്പും കറിയൊക്കെ ഇട്ട് വെക്കാന്ന്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ അത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് തേജപ്പൻ പണി അവസാനിക്കാറാവണ നേരത്തേക്കാട്ടോ വന്നത്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം അമ്മയെന്ന് ചോദിച്ചിട്ടാട്ടോ വന്നിക്കണത്. പിന്നെ മത്തങ്ങ കണ്ടവൻ ഒരു കഷ്ണം കടിച്ചാൽ അവനൊരു സമാധാനം ആവുള്ളൂ. അപ്പോൾ ഒരു കഷ്ണം അവൻ കടിച്ചിട്ടുണ്ട്. പിന്നെ അതേ മത്തങ്ങയും പരിപ്പും പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കൂട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്യാസും ഇരിക്കുന്ന പയറിന്റെ കാര്യം മറക്കരുത്. അടി പിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി വെക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചൊന്ന് അവിടെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ. മത്തങ്ങയും പരിപ്പും ഞാൻ നല്ല വേവിച്ചെടുക്കും കേട്ടോ. അതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല അങ്ങനെ ഫുള്ള് വേവിച്ച് വെന്തൊടച്ചെടുക്കുവേ. പിന്നെ ഉപ്പേരി ആയിപ്പത്തേ വേഗം അതൊരു പാത്രത്തിലേക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറ് കേട്ടോ. ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ വാർക്കാൻ വെച്ചു കേട്ടോ. ഇതൊക്കെ അമ്മ പറഞ്ഞ ഐഡിയ ആണ്. പിന്നെ ഇതേ മത്തങ്ങയും പരിപ്പും ഇതേ എന്ത് വന്നു കണ്ട എല്ലാതും നല്ലപോലെ വേവിച്ച് ഇളക്കിയെടുക്കും. ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ കറി രൂപേണ ആക്കും. എന്നിട്ട് അതിലേക്ക് ഇതേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പച്ച കറിവേപ്പില ഇട്ടു. അതായത് ഫ്രഷ് കറിവേപ്പില ഇട്ടു. സംഭവം റെഡി ആയിട്ടോ. കടുക് പൊട്ടിക്കുന്നവർക്ക് കടുക് പൊട്ടിക്കാം. പക്ഷെ ഞാൻ കടുക് പൊട്ടിച്ചില്ല കേട്ടോ. ഒക്കെ വെറുതെ ഒറ്റിക്കുക ചെയ്തത്. എനിക്ക് ഈ രണ്ട് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിലേക്ക് ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും പൊളിയാവും. പിന്നെ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഞാൻ അത് വേഗം മെഷീനിൽ ഇട്ടു കഴുകാനൊക്കെ ഉള്ളത്. പിന്നെ കുറച്ചു തേജപ്പന്റെ കൂടെ കത്തിയടിക്കാൻ പോയിരുന്നതാണ്. പക്ഷെ അവന്റെ ഒരു ചോദ്യം കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് തളർന്നു പോയിട്ടാ. എന്താണ് തന്നൂലേന്നോ തറന്നൂലേന്നോ തളർന്നൂലേന്നില്ലേ? തന്നല്ല തളർന്നു എന്നാ പറയാ. എനിക്കിന്ന് ഒന്നും തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലല്ലോ. അപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് അറിയാലോ ഞാൻ അടുക്കളയിലാവുന്നു. എന്റെ കുട്ടിക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാട്ട് അറിഞ്ഞത്. വലുതായാലും ഈ ഒരു സ്നേഹം എന്റെ അടുത്ത് ഉണ്ടാവണമെങ്കിൽ എന്റെ സ്വഭാവം നന്നാവണല്ലേ. പിന്നെ നമ്മുടെ തേജപ്പന്റെ ഉള്ളിലെ കലാകാരൻ ഇതേ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കുട്ടി ഇപ്പൊ എന്നെയാട്ടാ വരയ്ക്കാൻ നോക്കണത്. വരച്ചിട്ടുണ്ട്. ഞാനോ എന്റെ കളിയാക്കിയതല്ലേ? എന്റെ വായിൽ നിന്ന് കല്ല് മറക്കിട്ടേക്ക്. ഇതെന്താ പൊട്ട് കണ്ണൊക്കെ എവിടെയുണ്ട്? ഇതെന്താ ഈ രണ്ട് സാധനം? എന്നോട് വേണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.